ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ. ജാനുവരി ഫെബ്രുവരി. ഇയാളെന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒരു ടെൻഷൻ ഉണ്ട് നീ ചുമ്മാ. ഇയാൾക്ക് എന്തിനും ടെൻഷൻ? ഭയങ്കര ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പറ, ഇയാൾക്ക് എന്താ ടെൻഷൻ? എന്താണ്? എടാ ചുമ്മാ ഇവിടെ ആകെ ഇതായിട്ടിരിക്കുന്നത്. എന്താ കാര്യം പറ. എടാ സ്ഥലമൊക്കെ മാറ്റുമെന്നാണ് പറയുന്നത്. സ്ഥലം ഇവിടുന്ന് ഈ വീട്ടിലിരിക്കുന്ന സ്ഥലം എവിടെ മാറ്റാനാണ്? ഈ വീട്ടിലിരിക്കുന്ന സ്ഥലം എവിടെ മാറ്റാനാ? എടാ എന്റെ സ്ഥലം മാറ്റാൻ എന്താണ് നീ പറഞ്ഞത്? ഇയാൾക്ക് വസ്തു പറമ്പുണ്ടോ സ്ഥലം മാറ്റാൻ? എടേ അതിന് ഇയാൾക്ക് വസ്തു പറമ്പുണ്ടോ സ്ഥലം? സസ്പെൻഷൻ കഴിഞ്ഞ് ട്രാൻസ്ഫർ കിട്ടുമെന്ന് തോന്നണമെന്നടേ. സ്ഥലം മാറ്റം. അത് മറ്റേത് എങ്ങോട്ട്? അതെന്തോന്നും അട്ടക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത്. അട്ടക്കാടോ? അത് അട്ടക്കാട് എവിടെ? നീ എല്ലാത്തിനും ചിരിച്ചോണ്ടിരുന്നത്. എന്റെ കുഴപ്പം എന്താണ്? നീ ഒന്നുമില്ല, നീ പോ. അല്ലേ എടാ അത് പാലക്കാടും നമ്മളെ തമിഴ്നാടിന്റെ ഒക്കെ ഇടയിലാണ്. വലിയ പ്രശ്നമുള്ള സ്ഥലമാണ്. നീ കംപ്ലീറ്റ് പ്രശ്നമുള്ള അത്രയും അട്ടയൊക്കെയാണ് ആകെ വിഷയമാണത്. അട്ട എന്തിനു പേടിക്കുന്ന? അട്ട താണ്ട് ഇവിടെ ഇല്ല. അട്ട എന്തിനു മറ്റേ ഉണഞ്ഞോണ്ട് വേണം ഭരിക്കാനട്ടല്ല, ചോരോടിയിട്ട മോനാണ് അവിടെ ഉള്ളത്. കൊളയട്ട. മറ്റേ കൊളയട്ടയില്ലേ ചോര മൊത്തം പോവും വള്ളിന്റെ ശരീരത്തിലെ. എടേ അതല്ലടേ, ഇത് ഇവിടെ കുറെ ഈ ട്രാൻസ്ഫർ ഒക്കെ അവിടെ ഫുൾ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉള്ള 4 പേരാണ് അവിടെ ഉള്ള ആ സ്റ്റേഷനിൽ. ആരും പോവുന്നില്ല അവിടെ ഒന്നും. പണിഷ്മെന്റ് ട്രാൻസ്ഫർ അങ്ങനെയാണോ? 4 പേര് ആരും പോത്തൊന്നുമില്ലല്ലേ? ഇയാളെ കയ്യിരിപ്പുണ്ടല്ലേ അങ്ങനെ കിട്ടിയത്? ഉള്ള പേവെള്ളം എല്ലാം കൂടെ അടിച്ചു വെച്ചിട്ട് ഫയൽ മാറ്റി വെച്ചിട്ട് ഇയാൾക്ക് സസ്പെൻഷൻ കിട്ടിയത് ആണോ? പറ്റിയോ? നീ ചുമ്മാ ആകെ മടുപ്പിലിരിക്കുകയാണ്. നീ ചുമ്മാ ദൈവത്തെ ഓർത്ത് ഈ അട്ടക്കാടിന്റെ കാര്യവും ഇയാളെ ട്രാൻസ്ഫറിന്റെ കാര്യം ഭയങ്കര എടുത്ത് പറയില്ല. അവളാകെ വിഷമിക്കും. അവള് വിഷമിക്കുന്നു ഇതിന്റെ കാര്യം അവിടെ ചെന്ന് പറയില്ലേന്ന്. നീ അവളെ വിഷമം നോക്കണം. നിനക്ക് ഇപ്പൊ ഭയങ്കര ചെല്ലമാണല്ലേ? ഭയങ്കര ചെല്ലം തന്നെ. എടേ ഞങ്ങൾ ജനിച്ചപ്പോ തൊട്ട് ആങ്ങളെ ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാ. ഇയാൾ വന്ന് കയറി എന്നിട്ട് ഞങ്ങൾ ശത്രുക്കളായത്. അല്ല എനിക്കറിയൂടാ നിന്റെ കാര്യങ്ങളൊന്നും. നീ പറഞ്ഞാലേ അറിയോ? ഓ നീ പോ. നീ നിന്റെ പറയാമെന്ന് തന്നെയാണ് പറയാറ്. നീ പോ, കളഞ്ഞിട്ട് പോ. വേണമെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. എന്നാ പറ. എന്നാ പറ. ഇയാൾ അട്ടപ്പാടി പോ, ആ കൊച്ചിരിച്ച് സമാധാനം കിട്ടിട്ട്. പറഞ്ഞോളുണ്ട്. പറയണോ വേണ്ട? ജാടയാന്നേ പറയത്തൊന്നുമില്ല. നീയല്ലേ ഓരോ കോന അടിച്ചോണ്ടിരിക്കണത്. ഞാൻ പറയാം. രാഷ്ട്രീയക്കാർ വഴി ഇടപെട്ട് ഞാൻ കാര്യം നടക്കും. രാഷ്ട്രീയക്കാര് അങ്ങനെ ആപ്പ രാഷ്ട്രീയക്കാരെന്ന് വിചാരിച്ച് നടക്കാനൊന്നുമില്ല. എടേ ആപ്പാപ്പ രാഷ്ട്രീയക്കാരെ പിടിക്കണ്ട. പിന്നെ പവർഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആര്? ലല്ലുളിയൻ. ലല്ലുളിയെന്ന് അയാൾ വിചാരിച്ച് നടക്കൂ? എടേ കുറെ നാൾ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അയാൾ വെച്ച് നടക്കും തന്നെ. ശ്രമിച്ചു നോക്കല്ലേ? ശ്രമിച്ചു നോക്കുന്ന വെച്ചാൽ ചേട്ടത്തി വഴി ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും. അല്ല അത് തന്നെ. അതാ ചായല്ലേ? നീ കൂടെ ഞാനെന്ത് എടാ ഇയാളുടെ കാര്യം ചേട്ടത്തിക്ക് എങ്ങനെ വേർതിരിവന്നിട്ട് ഇയാളുടെ കാര്യം സാധിക്കും. ഇയാളൊന്ന് പറഞ്ഞാ പോരെ? വേർതിരിവിന്റെ അല്ലടാ. അപ്പൊ പെട്ടെന്ന് നിനക്ക് ഭയങ്കര സ്നേഹം പോയ? അങ്ങനെ ഭയങ്കര സ്നേഹം ഒന്നും പോയിട്ടൊന്നുമില്ല. വേണ്ടി തന്നെയല്ല. നിന്റെ പൊന്നു പൂതമേ, അത് ഞാൻ വരേണ്ട കാര്യം ഇയാൾ ചെന്ന് പറഞ്ഞാൽ മതി, കാര്യം നടക്കും. എന്തൊരു വെയിറ്റ് ഇടേ നീ? ഞാൻ വെയിറ്റ് ഇട്ട് എടുത്തു. കൊള്ളാം. അങ്ങനെ ആവശ്യം വരുമ്പോ നീ ഉണ്ടല്ലോ നിന്റെ മറ്റേ അങ്ങനെ തന്നെ പോ. അങ്ങനെ പിടിച്ച രീതി തന്നെ പോ. നീ ഇവിടെ ചുണ്ടിലൊക്കെ ഉണ്ട മറ്റേ മുടയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കിടില. കുഴപ്പമില്ല. അങ്ങനെ തന്നെ ആവശ്യമായി. ഞാൻ പോട്ടെ. സൂക്ഷിപ്പോണേ, കാര്യം കറക്റ്റായിട്ട് അവതരിപ്പിക്കണേ. ശിവേട്ടാ, ഉറക്കമില്ല നിനക്ക്? എനിക്ക് ഉറക്കം വരുന്നില്ല. അത് നിനക്ക് ഇതിനെ ഉറങ്ങണ നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. നീ ഉറങ്ങാത്തത്? എനിക്കെന്തോ നിങ്ങളുടെ ജോലിയുടെ കാര്യമൊക്കെ ആലോചിച്ചൊരു വേവലാതി. രാത്രി ഡാർക്കാക്കണം. പറയണ കേക്ക്. എന്തോന്നു? എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നു ശിവേട്ടാ. എന്തിനടി? എനിക്ക് അറിഞ്ഞൂടാ. ജോലി പോണേ പോട്ട്, കുടുംബത്തുണ്ടല്ലോ. കൊള്ളാം. അതും പറഞ്ഞോണ്ട് അങ്ങോട്ട് അമ്മായിയുടെ അടുക്ക ചെന്നാൽ മതി. അമ്മായി സമ്മതിക്കുവോ? അല്ല നീ സമാധാനപ്പെടാൻ പിന്നെ എന്താ പറയാ? അമ്മായി സമ്മതിക്കാത്ത സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കാം അമ്മയെ കൊണ്ട്. ഇപ്പൊ എനിക്ക് വേറൊരു ടെൻഷൻ. എന്തോന്നു? അമ്മായി എങ്ങാനും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ ഞാൻ എങ്ങനെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യും? അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ തന്നെ നീ എന്തിനാ ഹാൻഡിൽ ചെയ്യണം? അമ്മ എന്തോന്നു സൈക്കിളോ? ചിരി പറഞ്ഞില്ലേ നിനക്ക്?
അല്ലെങ്കിൽ നീ എൻ്റെ കൂറച്ചളിക്കൊക്കെ ചിരിക്കുമല്ലോ. ഇപ്പം ചിരിക്കുന്നത് ഇത്രയൊക്കെ ചിരിച്ചാൽ മതി. നീ ആവശ്യമില്ല ആലോചിക്കുക, നീ കിടന്ന് ഉറങ്ങും. എനിക്ക് ഉറങ്ങാൻ പറ്റും. ഇങ്ങനെ തളവിയ എല്ലാ ഭാര്യമാരും ഉറങ്ങുന്ന ഭർത്താക്കന്മാരെ ബുക്കിൽ എഴുതി. അതേത് ബുക്കാ? ഞാൻ കാണിച്ചു തരാം. സാധാരണ ഭർത്താക്കന്മാരെ അങ്ങനെ ഭാര്യമാർ കാണിച്ചു കൊടുക്കാറില്ല. ഇത് കാണിച്ചു തരാം. കണ്ണടാ.